എജ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ്. അപ്പോൾ PSCയുടെ ഈ വരുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എല്ലാം തന്നെ പ്രധാന ചോദ്യങ്ങളാണ്. അതിനോടൊപ്പം തന്നെ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. 1857 കലാപകാലത്ത് അവധ് മേഖലയിൽ കലാപത്തിൻ്റെ വിളക്കുമാടം എന്നറിയപ്പെട്ടത് ആരാണ്? മൗലവി അഹമ്മദുള്ള ഷാ. മൗലവി അഹമ്മദുള്ള ഷായാണ് 1857 കലാപകാലത്ത് അവധ് മേഖലയിൽ കലാപത്തിൻ്റെ വിളക്കുമാടം എന്നറിയപ്പെട്ടത്. ദേശീയ ക്യാൻസർ അവബോധ ദിനം എന്നാണ്? നവംബർ 7. നവംബർ 7 ദേശീയ ക്യാൻസർ അവബോധ ദിനം. സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഷിംല. ഹിമാചൽ പ്രദേശിലെ ഷിംലയിലാണ് സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കട്ടക്ക്. കട്ടക്കിലാണ് സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത് അലി സഹോദരന്മാർ. അലി സഹോദരന്മാരായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രോപരിതലത്തിൻ്റെ ഒരു ഭാഗമേ കാണാനാകൂ. ഏത് ബഹിരാകാശ വാഹനമാണ് ആദ്യമായി ചന്ദ്രൻ്റെ മറുഭാഗത്തിൻ്റെ ചിത്രം എടുത്തത്? ലൂണ 3. ലൂണ 3 എന്ന ബഹിരാകാശ വാഹനമാണ് ആദ്യമായി ചന്ദ്രൻ്റെ മറുഭാഗത്തിൻ്റെ ചിത്രം എടുത്തത്. ഗുജറാത്തിൻ്റെ തലസ്ഥാനമായ ആസൂത്രിത നഗരം ഗാന്ധിനഗർ. ഗാന്ധിനഗറാണ് ഗുജറാത്തിൻ്റെ തലസ്ഥാനമായ ആസൂത്രിത നഗരം. കർഷകർക്ക് സോയിൽ ഹെൽത്ത് കാർഡ് നൽകിയ ആദ്യ സംസ്ഥാനം? പഞ്ചാബ്. പഞ്ചാബാണ് കർഷകർക്ക് സോയിൽ ഹെൽത്ത് കാർഡ് നൽകിയ ആദ്യ സംസ്ഥാനം. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം? ഡെറാഡൂൺ. ഡെറാഡൂണിലാണ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം. ഹിരാക്കുഡ് അണക്കെട്ട് ഏത് നദിയിലാണ്? മഹാനദി. മഹാനദിയിലാണ് ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പരസ്യവാചകത്തിൻ്റെ ഉപജ്ഞാതാവ്? വാൾട്ടർ മെൻഡസ്. വാൾട്ടർ മെൻഡസ് ആണ് കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പരസ്യവാചകത്തിൻ്റെ ഉപജ്ഞാതാവ്. മലയാളം സർവകലാശാല ആരുടെ പേരിലാണ് നാമകരണം ചെയ്തിരിക്കുന്നത്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. മലയാളം സർവകലാശാല തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ പേരിലാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. ഭാരത കേസരി എന്നറിയപ്പെടുന്നത്? മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് ഭാരത കേസരി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നത്? വിറ്റാമിൻ സി. വിറ്റാമിൻ സി ആണ് അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സൈനോകൊബാലമിൻ എന്നത് ഏത് വിറ്റാമിൻ്റെ രാസനാമമാണ്? വിറ്റാമിൻ B12. വിറ്റാമിൻ B12ൻ്റെ രാസനാമമാണ് സൈനോകൊബാലമിൻ. കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത്? പൂന്താനം. പൂന്താനമാണ് കേരള സൂർദാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭോപ്പാൽ. ഭോപ്പാലിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് സ്ഥിതി ചെയ്യുന്നത്. കേരള പാണിനി എന്നറിയപ്പെടുന്നത്? AR രാജരാജവർമ്മ. AR രാജരാജവർമ്മയാണ് കേരള പാണിനി എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിദ്യുത് പ്രതിരോധം ഏറ്റവും കുറഞ്ഞ ലോഹം? വെള്ളി. വെള്ളിയാണ് വിദ്യുത് പ്രതിരോധം ഏറ്റവും കുറഞ്ഞ ലോഹം. അഭിനവ ഭോജൻ എന്നറിയപ്പെട്ടത്? കൃഷ്ണദേവരായർ. കൃഷ്ണദേവരായരായിരുന്നു അഭിനവ ഭോജൻ എന്നറിയപ്പെട്ടത്. ഒരു പദാർത്ഥം കത്തുമ്പോൾ നടക്കുന്ന പ്രവർത്തനം? ഓക്സീകരണം. ഒരു പദാർത്ഥം കത്തുമ്പോൾ നടക്കുന്ന പ്രവർത്തനം അറിയപ്പെടുന്നത് ഓക്സീകരണം. റിക്ടർ സ്കെയിലിൽ അളക്കുന്നത്? ഭൂകമ്പം. ഭൂകമ്പത്തിൻ്റെ തീവ്രതയാണ് റിക്ടർ സ്കെയിലിൽ അളക്കുന്നത്. ഫുൾ വൈഫൈ സോൺ നടപ്പാക്കിയ ആദ്യ മുനിസിപ്പാലിറ്റി? മലപ്പുറം. മലപ്പുറമാണ് ഫുൾ വൈഫൈ സോൺ നടപ്പാക്കിയ ആദ്യ മുനിസിപ്പാലിറ്റി. വയലാർ അവാർഡ് ആരംഭിച്ച വർഷം? 1977. 1977 വയലാർ അവാർഡ് ആരംഭിച്ചത്.
90-ാം ആണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളി. അയ്യങ്കാളിയായിരുന്നു 90-ാം ആണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത്. വൈക്കം സത്യാഗ്രഹ കമ്മിറ്റിയോടനുബന്ധിച്ചുള്ള ഐത്തോച്ചാടന കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആയിരുന്നത് കെ കേളപ്പൻ. കെ കേളപ്പനായിരുന്നു വൈക്കം സത്യാഗ്രഹ കമ്മിറ്റിയോടനുബന്ധിച്ചുള്ള ഐത്തോച്ചാടന കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത്. 90-ാം ആണ്ട് സമരത്തിൻ്റെ മറ്റൊരു പേര് ഊരൂട്ടമ്പലം ലഹള. ഊരൂട്ടമ്പലം ലഹള എന്നതായിരുന്നു 90-ാം ആണ്ട് സമരത്തിൻ്റെ മറ്റൊരു പേര്. പേട്രിയറ്റ് സൈന്റ് ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദനായിരുന്നു പേട്രിയറ്റ് സൈന്റ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടത്. വേനൽക്കാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ലൂ. ലൂ ആണ് വേനൽക്കാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്ത വനിത ആനി മസ്ക്രീൻ. ആനി മസ്ക്രീൻ ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്ത വനിത. ധ്രുവചരിതം രചിച്ചത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ്റെ രചനയാണ് ധ്രുവചരിതം. ഇന്ത്യയിൽ നിയമദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 26. നവംബർ 26 ഇന്ത്യയിൽ നിയമദിനമായി ആചരിക്കുന്നത്. മലബാർ കലാപം നടന്ന വർഷം 1921. 1921 മലബാർ കലാപം നടന്നത്. ദ്രാവകങ്ങൾ അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്കും ഡാഷ് പ്രയോഗിക്കുന്നു. ബലം. ദ്രാവകങ്ങൾ അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്കും ബലം പ്രയോഗിക്കുന്നു. റോഡിലെ മഞ്ഞുരുക്കി മാറ്റാൻ ഉപയോഗിക്കുന്നത് ഉപ്പ്. സോഡിയം ക്ലോറൈഡ്. ഉപ്പാണ് റോഡിലെ മഞ്ഞുരുക്കി മാറ്റാനായിട്ട് ഉപയോഗിക്കുന്നത്. അഗ്നിശമനികളിൽ ഫോമിംഗ് ഏജന്റായും വസ്ത്രങ്ങളിലെ ഗ്രീസ് പോലുള്ള കറകൾ കളയാനും ഉപയോഗിക്കുന്ന ഒരു അലൂമിനിയം സംയുക്തമാണ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ്. അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആണ് അഗ്നിശമനികളിൽ ഫോമിംഗ് ഏജന്റായും വസ്ത്രങ്ങളിലെ ഗ്രീസ് പോലുള്ള കറകൾ കളയാനും ഉപയോഗിക്കുന്ന ഒരു അലൂമിനിയം സംയുക്തം. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം പീറ്റ് മണ്ണ്. പീറ്റ് മണ്ണാണ് കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയ ആദ്യ മലയാളി കായിക താരം കെ എം ബീനാമോൾ. കെ എം ബീനാമോളാണ് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയ ആദ്യ മലയാളി കായിക താരം. കണ ഏത് ശരീരഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ്? അസ്ഥി. കണ അസ്ഥിയെ ബാധിക്കുന്ന ഒരു രോഗമാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കൃതി ആരുടെയാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ കൃതിയാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം. ഏത് മൂലകത്തിൻ്റെ അറ്റോമിക് നമ്പറാണ് 100? ഫെർമിയം. ഫെർമിയം എന്ന മൂലകത്തിൻ്റെ അറ്റോമിക് നമ്പറാണ് 100. ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് ആണ് ബ്ലാക്ക് ലെഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടാണ് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. കള്ള് പുളിക്കുമ്പോൾ പതഞ്ഞു പൊങ്ങുന്ന വാതകം കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് ആണ് കള്ള് പുളിക്കുമ്പോൾ പതഞ്ഞു പൊങ്ങുന്ന വാതകം. ലോക അൽഷിമേഴ്സ് ദിനം എന്നാണ് സെപ്റ്റംബർ 21. സെപ്റ്റംബർ 21 ലോക അൽഷിമേഴ്സ് ദിനം. സൈലന്റ് വാലിയെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് റോബർട്ട് റൈറ്റ്. റോബർട്ട് റൈറ്റ് ആയിരുന്നു സൈലന്റ് വാലിയെ ലോകത്തിന് പരിചയപ്പെടുത്തിയത്. ആസൂത്രണ കമ്മീഷനിൽ അംഗമായ ആദ്യ വനിത ദുർഗാഭായ് ദേശ്മുഖ്. ദുർഗാഭായ് ദേശ്മുഖ് ആയിരുന്നു ആസൂത്രണ കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ വനിത. ഷൺമുഖദാസൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളാണ് ഷൺമുഖദാസൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ. നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചിത്രീകരിക്കുന്ന MR ഭട്ടതിരിപ്പാടിൻ്റെ നാടകം മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം. മറക്കുടയ്ക്കുള്ളിലെ മഹാനരകമാണ് നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചിത്രീകരിക്കുന്ന MR ഭട്ടതിരിപ്പാടിൻ്റെ
നാടകം. ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യം. മഗ്നീഷ്യമാണ് ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. കരിമ്പിൽ നിന്ന് കിട്ടുന്ന പഞ്ചസാര സുക്രോസ്. സുക്രോസ് ആണ് കരിമ്പിൽ നിന്ന് കിട്ടുന്ന പഞ്ചസാര. EMS മന്ത്രിസഭയുടെ കാലത്ത് നിയമസഭയിൽ ഭൂപരിഷ്കരണ ബിൽ കൊണ്ടുവന്ന റവന്യൂ മന്ത്രി KR ഗൗരിയമ്മ. KR ഗൗരിയമ്മയായിരുന്നു EMS മന്ത്രിസഭയുടെ കാലത്ത് നിയമസഭയിൽ ഭൂപരിഷ്കരണ ബിൽ കൊണ്ടുവന്ന റവന്യൂ മന്ത്രി. സമ്പൂർണ്ണദേവൻ എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളായിരുന്നു സമ്പൂർണ്ണദേവൻ എന്ന പേരിൽ അറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. ഗരംപാനി വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? അസം. അസമിലാണ് ഗരംപാനി എന്ന വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. സസ്യങ്ങളുടെ ഗന്ധം, പൂമ്പൊടി എന്നിവയിൽ നിന്ന് ഉണ്ടാകുന്ന അലർജി ഹേ ഫീവർ. സസ്യങ്ങളുടെ ഗന്ധം, പൂമ്പൊടി എന്നിവയിൽ നിന്നുണ്ടാകുന്ന അലർജി അറിയപ്പെടുന്നത് ഹേ ഫീവർ എന്ന പേരിലാണ്. സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലയ മഹാസഭ എന്നാക്കിയ വർഷം 1938. സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലയ മഹാസഭ എന്നാക്കി മാറ്റിയത് 1938 ഗാന്ധിജിയും ശാസ്ത്രവ്യാഖ്യാനവും രചിച്ചത് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ്റെ രചനയാണ് ഗാന്ധിജിയും ശാസ്ത്രവ്യാഖ്യാനവും. തിരുവിതാംകൂറിൽ അയിത്ത ജാതിക്കാർക്കായി ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിച്ചത് പൊയ്കേൽ യോഹന്നാൻ ആയിരുന്നു തിരുവിതാംകൂറിൽ അയിത്ത ജാതിക്കാർക്കായി ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിച്ചത്. തിരുവിതാംകൂറിൽ ആദ്യമായി പന്തി ഭോജനം അവതരിപ്പിച്ചത് തൈക്കാടയ്യാവായിരുന്നു തിരുവിതാംകൂറിൽ ആദ്യമായി പന്തി ഭോജനം അവതരിപ്പിച്ചത്. ധൻരാജ് പിള്ള ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി. ധൻരാജ് പിള്ള ഒരു ഹോക്കി കളിക്കാരനാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് A.O. ഹ്യൂമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത്. ശാസ്താംകോട്ട തടാകം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിലാണ് ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്നത്. കുഷ്ഠരോഗമുണ്ടാക്കുന്ന അണു മൈക്കോബാക്ടീരിയം ലെപ്രയാണ് കുഷ്ഠരോഗമുണ്ടാക്കുന്ന അണു. മൈക്കോബാക്ടീരിയം ലെപ്രെ. കണ്ണിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ എ ആണ് കണ്ണിൻ്റെ ശരിയായ പ്രവർത്തനം ആവശ്യമായ വിറ്റാമിൻ. നാരങ്ങയിലും ഓറഞ്ചിലും അടങ്ങിയിരിക്കുന്ന അമ്ലം സിട്രിക് അമ്ലമാണ് നാരങ്ങയിലും ഓറഞ്ചിലും അടങ്ങിയിരിക്കുന്ന അമ്ലം. രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം സ്ഫിഗ്മോമാനോമീറ്റർ ആണ് രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം. വൈദ്യുതിയുടെ വാണിജ്യ ഏകകം കിലോവാട്ട് അവർ ആണ് വൈദ്യുതിയുടെ വാണിജ്യ ഏകകം. നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ഭാരതീയൻ രവീന്ദ്രനാഥ് ടാഗോറാണ് നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ഭാരതീയൻ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് എവിടെയാണ്? ബാംഗ്ലൂരിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് സ്ഥിതി ചെയ്യുന്നത്. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്തയിലാണ് ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ശുക്രനാണ് പ്രഭാത നക്ഷത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണം ഹൈഗ്രോമീറ്റർ ആണ് ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണം. ലോക സമാധാന ദിനം എന്നാണ് സെപ്റ്റംബർ 21 ലോക സമാധാന ദിനം. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന പരിശോധിക്കുന്നതിന് കേന്ദ്ര സർക്കാർ 1948 നിയോഗിച്ച കമ്മിറ്റി SK ധർ കമ്മിറ്റി. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന പരിശോധിക്കുന്നതിന് കേന്ദ്ര സർക്കാർ 1948 നിയോഗിച്ച കമ്മിറ്റിയായിരുന്നു SK ധർ കമ്മിറ്റി. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? മൗണ്ട് ബാറ്റൺ പ്രഭു ആയിരുന്നു സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ ഗവർണർ ജനറൽ.
ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം നടന്ന വർഷം 1942. 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം നടന്നത്. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ബി രാമകൃഷ്ണ റാവു. ബി രാമകൃഷ്ണ റാവു ആണ് കേരളത്തിലെ ആദ്യത്തെ ഗവർണറായിരുന്നത്. വേഴ്സൈൽസ് ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1919. 1919 വേഴ്സൈൽസ് ഉടമ്പടി ഒപ്പുവെച്ചത്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഹേഗ്. ഹേഗിലാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ. ദാമോദർ നദിയാണ് ബംഗാളിൻ്റെ ദുഃഖം എന്ന പേരിൽ അറിയപ്പെടുന്ന നദി. ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികളുടെ എണ്ണം 22. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 22 കമ്മിറ്റികളാണ് ഉള്ളത്. ഭാരത സർക്കാരിൻ്റെ മുഖ്യ നിയമോപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത് അറ്റോർണി ജനറൽ. അറ്റോർണി ജനറലാണ് ഭാരത സർക്കാരിൻ്റെ മുഖ്യ നിയമോപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത്. ഗാന്ധിജിയുടെ ജനനം എന്നായിരുന്നു 1869 ഒക്ടോബർ 2. 1869 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ ജനനം. ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ ഭേദഗതി നിലവിൽ വന്ന തീയതി 1951 ജൂൺ 18. 1951 ജൂൺ 18 ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ ഭേദഗതി നിലവിൽ വന്നത്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം അശോകസ്തംഭം. അശോകസ്തംഭമാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം. കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം ഏതാണ്? ചെറുതോണി. ചെറുതോണി ഡാമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം. അന്തർദേശീയ രസതന്ത്ര വർഷമായി ആചരിച്ചത് 2011. 2011 അന്തർദേശീയ രസതന്ത്ര വർഷമായി ആചരിച്ചത്. ഭൂകമ്പ തരംഗങ്ങളുടെ തീവ്രത അളക്കുന്ന ഉപകരണം സീസ്മോഗ്രാഫ്. സീസ്മോഗ്രാഫാണ് ഭൂകമ്പ തരംഗങ്ങളുടെ തീവ്രത അളക്കുന്ന ഉപകരണം. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കർണാൽ. കർണാലിലാണ് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം. ഇന്ത്യയിൽ നിന്നും ബുക്കർ സമ്മാനം നേടിയ ആദ്യ വ്യക്തി അരുന്ധതി റോയ്. അരുന്ധതി റോയ് ആണ് ഇന്ത്യയിൽ നിന്നും ബുക്കർ സമ്മാനം നേടിയ ആദ്യത്തെ വ്യക്തി. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവ് ആരാണ്? ബി ആർ അംബേദ്കർ. ബി ആർ അംബേദ്കർ ആണ് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവ്. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെ സി ഡാനിയേൽ. ജെ സി ഡാനിയേലാണ് മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ലെസ്സർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിര ഹിമാചൽ. ഹിമാചലാണ് ലെസ്സർ ഹിമാലയ എന്ന പേരിൽ അറിയപ്പെടുന്ന പർവ്വതനിര. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേരായിരുന്നത് തൃപ്പാപ്പൂർ സ്വരൂപം. തൃപ്പാപ്പൂർ സ്വരൂപം എന്നതായിരുന്നു തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേര്. വെള്ളപ്പൊന്ന് എന്നറിയപ്പെടുന്ന ലോഹം പ്ലാറ്റിനം. പ്ലാറ്റിനമാണ് വെള്ളപ്പൊന്ന് എന്ന പേരിൽ അറിയപ്പെടുന്ന ലോഹം. ഏത് മൂലകത്തിൻ്റെ അയിരാണ് പിച്ച് ബ്ലെൻഡ്? യുറേനിയം. യുറേനിയത്തിൻ്റെ അയിരാണ് പിച്ച് ബ്ലെൻഡ്. സമുദ്ര പഠനങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഓഷ്യൻ സാറ്റ്. ഓഷ്യൻ സാറ്റാണ് സമുദ്ര പഠനങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് പെഡോജെനിസിസ്. പെഡോജെനിസിസ് എന്നാണ് മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്നത്. താജ്മഹൽ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച വർഷം 1983. 1983 താജ്മഹൽ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.